പിറവത്ത് ഫുഡ് ആൻഡ് പൾസ് തെറാപ്പി സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. പിറവം മർച്ചന്റ്സ് അസോസിയേഷൻ, ലൈഫ് ചേഞ്ച് ഹോം നഴ്സിംഗ്, കേരള ബോഡിഫൈ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 15 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം പിറവം നഗരസഭാ ചെയർമാൻ കെ.ആർ. പ്രദീപ് കുമാർ നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൽബിൻ പവോടത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ക്യാമ്പിൽ രക്ഷാധികാരി ഷാജു ഇലഞ്ഞിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം മർച്ചന്റ്സ് അസോസിയേഷൻ, ലൈഫ് ചേഞ്ച് ഹോം നഴ്സിംഗ്, കേരള ബോഡിഫൈ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫുഡ് ആൻഡ് പൾസ് തെറാപ്പി സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി. 15 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം പിറവം നഗരസഭാ ചെയർമാൻ കെ.ആർ. പ്രദീപ് കുമാർ നിർവഹിച്ചു. അസുഖം വന്ന് ചികിത്സിക്കുക എന്നതിനേക്കാൾ ഉപരി അസുഖം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രിവെൻഷൻ അതെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഈ ക്യാമ്പ് ഇതിൽ നിന്നെല്ലാം വേറിട്ടൊരു ക്യാമ്പാണ്. ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ആരോഗ്യ വിവരത്തെക്കുറിച്ച്, എന്നാൽ നമ്മൾ ജീവിത തിരക്കുകളുടെ ഇടയിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഗുരുതരാവസ്ഥ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ക്യാമ്പ് പ്രയോജനപ്പെടുത്തുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആൽബിൻ പാവോടം അധ്യക്ഷത വഹിച്ചു. ഇങ്ങനൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഫുഡ് ആൻഡ് പൾസ് തെറാപ്പിയുടെയാണ് ചെയ്യുന്നത്. കാലിൻ്റെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കൈയുടെ ഉണ്ട്. 15ഓടത്തോളം മെഷീനുകൾ വെച്ച് അത് ഒരു 15 ദിവസക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന, സാധാരണഗതിയിൽ എല്ലായിടത്തും മെഡിക്കൽ ക്യാമ്പുകൾ വയ്ക്കുമ്പോൾ 1-2 ദിവസം കൊണ്ട് രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോൾ തീർത്തു പോകും. പക്ഷേ ഇതൊരു നീണ്ട 15 ദിവസം, ഒരു മാസത്തിൻ്റെ പകുതി കാലഘട്ടമാണ്. അത് വളരെ സന്തോഷമുണ്ട് അങ്ങനെ ചെയ്യുന്ന. കാരണം ഇന്ന് വരാത്തവർക്ക് നാളെ, അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ അറിഞ്ഞ് കേട്ട് വരുമ്പോൾ ഈ ഒരു ക്യാമ്പ് മികച്ച വിജയമായി തീരും. ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 10 വരെ പ്രൈവറ്റ് സ്റ്റാൻഡിന് സമീപമുള്ള ലൈഫ് ചേഞ്ച് ഹോം നഴ്സിംഗ് ഓഫീസിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. മർച്ചന്റ്സ് അസോസിയേഷൻ രക്ഷാധികാരി ഷാജു ഇലഞ്ഞിമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. രോഗം കണ്ടുപിടിച്ചാൽ തന്നെ പകുതി സമാധാനമായി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മറ്റൊരാൾക്ക് പ്രയോജനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ക്യാമ്പ് കോർഡിനേറ്റർ ജോർജ് വിശദീകരിച്ചു. ഇവിടെ ഞങ്ങൾ അതിന് വ്യത്യസ്തമായിട്ട് മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല. പകരം ഈ ഡിവൈസ് ഉപയോഗിച്ച് അസുഖം എന്താണെന്ന് നോക്കി അത് മാറ്റി കൊടുക്കുകയാണ്. ഈ ഡിവൈസ് പൂനെ ബേസ്ഡ് 2019 റിസർച്ച് സെന്ററിൽ വന്ന് റിസർച്ച് ചെയ്ത് 2021 പുറത്തിറങ്ങിയ മെഷീനാണ്. ഈ മെഷീൻ സാധാരണക്കാർക്ക് കൂടി ഉപയോഗപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ പല ക്യാമ്പുകളായിട്ട് നടത്തി വരുന്നു. ഹോം നഴ്സിംഗ് പ്രൊപ്പറേറ്റർ രശ്മി ശങ്കരൻ, ബോസ് ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ കെ.സി. ജോൺ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേസൺ പുളിക്കൽ, CPM ലോക്കൽ സെക്രട്ടറി സോമൻ വല്ലയിൽ, മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി രാജൻ ടി.ആർ, മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് മേരി ബേബി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. എപ്പോഴാണ് ഒരു നാട് മാറുന്നത്? ഒരു വിഷൻ ഉണ്ടാകുമ്പോൾ, ആ വിഷനെ നെഞ്ചിലേറ്റുന്ന സമാന ഹൃദയങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിക്കുമ്പോൾ, അപ്പോൾ ആ വിഷൻ ആശയത്തിനപ്പുറം ഒരു വികാരമായി മാറുന്നു. ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ സ്പർശിക്കുന്നു. അതിശക്തമായ ഒരു കണക്ഷനാകുന്നു. അതിരുകൾ കടന്ന് സ്വീകാര്യത നേടുന്നു. അങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ ഒരു ചെറിയ കൂട്ടായ്മയായി തുടങ്ങിയ കേരള വിഷൻ ഇന്ന് ആഗോള ഭീമന്മാരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നു. നമ്മുടെ നാടിന് അഭിമാനമായി. 41 ലക്ഷത്തിലധികം ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾ, 7000-ലധികം ഓപ്പറേറ്റർ പാർട്ണർമാർ, 2 പതിറ്റാണ്ടിന്റെ വിശ്വാസം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ്. കേരള വിഷൻ, കേരളത്തിന്റെ വലിയ വിഷൻ.